സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരും. മുൻകരുതലിന്റെ ഭാഗമായിട്ട് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ അടുത്ത 3 മണിക്കൂറിൽ ഇടുക്കി ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ നേരിയ ഇടത്തരം മഴയ്ക്കുള്ള സാധ്യത കൂടി കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. ശക്തമായ കാറ്റിനും അതേപോലെ ഇടിമിന്നലിനും ഒക്കെ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കേരള തീരത്തോട് ചേർന്ന് ന്യൂനമർദ്ദം രൂപപ്പെടുകയും അറബിക്കടലിൽ ചക്രവാത ചുഴി നിലനിൽക്കുകയും ചെയ്യുന്നതിനാലാണ് മഴ തുടരുന്നത്. മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുള്ളതുകൊണ്ട് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ താപനില പരിശോധിച്ചാൽ പല സമയങ്ങളിലും രാവിലെയൊക്കെ മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ പകൽ സമയത്തെ താപനിലയിലും കുറവ് രേഖപ്പെടുത്തുന്നുണ്ട്. പൊതുവെ എല്ലായിടത്തും മേഘാവൃതമായ അന്തരീക്ഷവുമായിരിക്കും. ഇപ്പോൾ തിരുവനന്തപുരത്തെ കൂടിയ താപനില നോക്കിയാൽ തിരുവനന്തപുരത്തൊക്കെ കുറേ നാളിന് ശേഷമാണ് നമ്മൾ അവിടുത്തെ കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ പറയുന്നത്. കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസുമാണ്. കൊച്ചിയിലേക്ക് വന്നാലും ചൂടൊക്കെ നന്നായിട്ടൊക്കെ കുറഞ്ഞു. 30 ഡിഗ്രിയാണ് കൊച്ചിയിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില. കുറഞ്ഞത് 26 ഡിഗ്രി സെൽഷ്യസ് ആണ്. കോഴിക്കോട് സമാനമാണ് കേട്ടോ. കോഴിക്കോട് നമ്മൾ നേരത്തെ ഈ ഉഷ്ണതരംഗം ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് 38-39 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഈ കോഴിക്കോടും കണ്ണൂരും ഒക്കെ. അപ്പോൾ ഇന്നിപ്പോൾ കോഴിക്കോടുള്ളത് 32 ഡിഗ്രി സെൽഷ്യസാണ് കൂടിയ താപനില. കുറഞ്ഞത് 25 ഡിഗ്രി സെൽഷ്യസ്. കണ്ണൂരിൽ 32 ഡിഗ്രി സെൽഷ്യസ് ആണ് കൂടിയ താപനില. കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസുമാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ താപനിലയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഒപ്പം തന്നെ മഴ മുന്നറിയിപ്പ് പല ജില്ലകളിലുമുണ്ട്. മഴ എല്ലായിടത്തും പെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ എപ്പോഴും മഴ ഇപ്പം ഇവിടെയൊന്നും അലേർട്ടില്ലല്ലോ. ഇപ്പം നമ്മൾ ഈ പ്രളയമൊക്കെ വന്നതിന് ശേഷമാണ് നമ്മൾ അലർട്ടുകളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അല്ലേ. അതിനു മുമ്പ് നമ്മൾ ഈ കാലാവസ്ഥാ വകുപ്പ് അലേർട്ടൊക്കെ തരുമ്പം അതിനെയൊന്നും ഇത്ര കണ്ടൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല ആരും. ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല. നമ്മൾ അലേർട്ടൊക്കെ നോക്കും, എന്ത് അലേർട്ടാണ് ഇവിടെ ഉള്ളത്, അതനുസരിച്ചൊക്കെ നമ്മൾ കാര്യങ്ങളെ പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ അലേർട്ട് ഇല്ലെങ്കിലും എല്ലായിടത്തും മഴ പെയ്തേക്കും കേട്ടോ. ഇടവപ്പാതിയല്ലേ, അപ്പോൾ പിന്നെ എന്താണേലും മഴ പെയ്യും. ചെറുതായിട്ടെങ്കിലും ഒന്ന് പെയ്തു പോകും. അപ്പോൾ അതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ പോയാൽ ഒരു കുടയൊക്കെ കയ്യിൽ കരുതിയിരിക്കൂ. 2 വീലർ ഓടിക്കുന്നവരാണെങ്കിൽ ഒരു റെയിൻകോട്ട് സ്ഥിരമായി തന്നെ കുറച്ച് കാലത്തേക്ക് ആ വണ്ടിയിൽ തന്നെ കിടന്നോട്ടെ. കാറിൽ യാത്ര ചെയ്യുന്നവരും ഒരു കാലൻ കുട വാങ്ങിച്ച്, കാലൻ കുട വെച്ചാൽ കാലൻ്റെ കുടയല്ല, കാലുള്ള കുട, ഒരു കുട വാങ്ങിച്ച് ബാക്കിലിട്ടിരുന്ന പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോഴത്തേനും മഴ നനയാതെ സേഫായിട്ട് പോവാം.